ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകതയാർന്ന ഒരു പരിപാടിയിലാണ് നാം എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അശ്വമേധത്തെക്കുറിച്ച് ആധുനിക കാലത്ത് മലയാളി കേട്ടത് രണ്ടു പേരിലൂടെയായിരുന്നു. തോപ്പിൽ ഭാസിയുടെ അശ്വമേധം എന്ന നാടകം, വയലാറിൻ്റെ അശ്വമേധം എന്ന കവിത. പുരാണ ഇതിഹാസങ്ങളിൽ അശ്വമേധമുണ്ട്. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി മനുഷ്യപക്ഷത്ത് നിൽക്കുന്നതായിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായ ഈ രണ്ടുപേരുടെയും രചനകൾ. ശാസ്ത്രത്തിൻ്റെ ശക്തി എങ്ങനെ മാനുഷിക മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്നു, സാമൂഹിക കാഴ്ചപ്പാടിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു, ഇത് വ്യക്തമാക്കുന്നതായിരുന്നു തോപ്പിൽ ഭാസിയുടെ നാടകം. മനുഷ്യൻ്റെ മഹത്തായ സർഗശക്തിയെ, മേധാശക്തിയെ കെട്ടടിച്ചു വിടുന്നതായിരുന്നു വയലാറിൻ്റെ അശ്വമേധം. ദിഗ്വിജയത്തിന് എൻ്റെ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്നാണ് വയലാർ പാടിയത്. വയലാറിൻ്റെ അശ്വം ഏത് വഴിക്ക് സഞ്ചരിച്ചോ അതേ വഴിയിലൂടെ കുതിച്ചു പായുന്നു ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിൻ്റെ അശ്വവും എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ലോകത്തെ കീഴടക്കാൻ പോരുന്നതാണ് മനുഷ്യൻ്റെ പ്രജ്ഞയും പ്രതിഭയും എന്ന് തെളിയിച്ചു തരുന്ന വൈജ്ഞാനികമായ ഒരു അശ്വമേധമാണ് GS പ്രദീപ് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അശ്വം കേരളത്തിൻ്റെ അതിർത്തി കടന്ന് വിശ്വച്ചുവരുകളോളം പറന്നെത്തി. മലയാള ഭാഷയെ കടന്ന് പല ഭാഷകളിലേക്കും സംസ്കാരങ്ങളിലേക്കും കുതിച്ചെത്തി. അങ്ങനെ വൈജ്ഞാനിക രംഗത്തെ ഈ അശ്വമേധം മലയാളി സമൂഹത്തിൻ്റെ ആകെ അഭിമാനമായി മാറി. ജനതയുടെ, പുതിയ തലമുറയുടെ ബൗദ്ധിക തലങ്ങളെ പുതിയ മാനങ്ങളിലേക്ക് ഉയർത്തുന്നതും പുതിയ വിശാലതകളിലേക്ക് പുലർത്തുന്നതുമാണ് ഈ പ്രോഗ്രാം. വേറിട്ട ദൃശ്യമാധ്യമ സംസ്കാരം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് കൈരളി TV കടന്നു വന്നത്. കൈരളി TVയിലൂടെയാണ് GS പ്രദീപ് അതുവരെ തൻ്റെ സ്വകാര്യ സദസ്സുകളിൽ മാത്രം അവതരിപ്പിച്ചു പോന്ന ഈ പരിപാടി അവതരിപ്പിക്കുകയും വലിയ സ്വീകാര്യത നേടുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത് കൈരളി TVക്ക് കൂടി അഭിമാനകരമാണ് എന്നതാണ് വസ്തുത. അതുവരെയുള്ള പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായ പരിപാടികൾ കണ്ടെത്താമെന്നും കേവല വിനോദ ഉപാധി എന്ന നിലയിൽ നിന്ന് ഒരു വിജ്ഞാന പ്രസരണ ഉപാധി എന്ന നിലയിലേക്ക് പരിപാടികളെ എങ്ങനെ മാറ്റാമെന്നും കൈരളിയുടെ സംരംഭകർ ആലോചിച്ചു. ആ ആലോചനയുടെ കണ്ടെത്തലാണ് GS പ്രദീപിൻ്റെ അശ്വമേധം. പുതുമയാർന്ന ആ പരിപാടി പ്രദീപിനെയും കൈരളി TVയെയും സ്വീകാര്യതയുടെ
പുതുതലങ്ങളിലേക്ക് എത്തിച്ചു. എല്ലാവർക്കും അറിയുന്നതുപോലെ ഒരു വിപരീത പ്രശ്നോത്തരിയാണ്, റിവേഴ്സ് ക്വിസാണ് ഈ പരിപാടി. ഡയറക്റ്റ് ക്വിസ് എല്ലാവർക്കും അറിയാം. എന്നാൽ റിവേഴ്സ് ക്വിസ് അപരിചിതമായിരുന്നു. അപരിചിതവും പുതുമയാർന്നതുമായ ഒരു പരിപാടി കണ്ടെത്തി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പല തലമുറകളെ വൈജ്ഞാനികമായി പക്വമാക്കിയെടുക്കുന്നതിന് അശ്വമേധം സഹായിച്ചിട്ടുണ്ട്. PSC മുതൽ UPSC വരെയുള്ള ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നവർക്ക് അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ചാനലുകൾ പൊതുവിൽ ലാഭക്കൊതി മാത്രം മനസ്സിൽ വെച്ച് നിസ്സാരങ്ങളായ കൗതുക പരിപാടികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഘട്ടത്തിലാണ് കൈരളി അശ്വമേധവും മാമ്പഴവും പോലെയുള്ള വൈജ്ഞാനിക സാംസ്കാരിക പരിപാടികളിൽ കൂടി ശ്രദ്ധ ചെലുത്തിയത്. അത് കൈരളിയുടെ വേറിട്ട മുഖത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലത്താണ് നാം കഴിയുന്നത്. ഓരോ നിമിഷവും പുതിയ അറിവുകളുണ്ടാകുന്നു. പഴയ അറിവുകളെ അത് അപ്രസക്തമാക്കുന്നു. പുതിയ അറിവുകളാൽ ആയുധമണിയുന്നവർക്ക് ലോക തൊഴിൽ കമ്പോളത്തിൽ പുതിയ കാലത്ത് മത്സരിച്ച് ജയിക്കാനാവും. അതിന് പ്രാപ്തമാവുന്ന തലമുറകളെ വാർത്തെടുക്കുന്നതിനും ഇത്തരം വൈജ്ഞാനിക വിനോദ പരിപാടികൾ കൂടിയേ തീരൂ. കേവലമായ രസിപ്പിക്കലുകൾക്കും ആക്ഷേപം ചൊരിയലുകൾക്കും അപ്പുറം മറ്റൊരു ധർമ്മവും തങ്ങൾക്ക് നിർവഹിക്കാനില്ല എന്ന് ദൃശ്യമാധ്യമങ്ങളിലൊരു വിഭാഗം കരുതുന്ന കാലം വന്നിരിക്കുകയാണ്. ബോധവൽക്കരണമെന്ന ധർമ്മം അത്തരം ദൃശ്യമാധ്യമങ്ങൾ ഉപേക്ഷിക്കുന്നു. ടെലിവിഷനുകൾക്കും പത്രങ്ങൾക്കും അറിയിക്കുക എന്നൊരു ധർമ്മം കൂടിയുണ്ടല്ലോ. അറിയുക എന്നത് വായനക്കാരൻ്റെ, പ്രേക്ഷകൻ്റെ അവകാശം കൂടിയാണ്. എന്നാൽ അറിയിക്കാതിരിക്കുക എന്നതായാലോ മാധ്യമങ്ങളുടെ ദൗത്യം? ആ ഭാഗത്തേക്ക് ഈ വേദി ഉപയോഗിച്ച് കൂടുതലായി ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അശ്വമേധത്തിൻ്റെ രേതജൂബിലി കൈരളി TV-യും സ്വർലയും പുതുതായി ആരംഭിക്കുന്ന നമ്മൾ മീഡിയ എന്ന ഓൺലൈൻ സ്ഥാപനവും ചേർന്ന് ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമായി. സ്റ്റാർ വിജയ് അടക്കമുള്ള മറ്റ് ചാനലുകളിലും അമേരിക്കയിലെ അടക്കമുള്ള വിദേശ മലയാളി സമൂഹങ്ങളിലും സ്വീകാര്യതയുള്ള ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഈ വിധത്തിലുള്ള ആഘോഷം അർഹിക്കുന്നു. മലയാളിയുടെ സ്വന്തം വൈജ്ഞാനികോത്സവമാണിത്. മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുന്ന പ്രസിദ്ധൻ്റെ പേർ പരിമിതമായ ചോദ്യങ്ങളുടെ താക്കോൽ കൊണ്ട് തുറന്നെടുക്കുന്ന ക്വിസ് മേജിക്കിൻ്റെ ആവിഷ്കർത്താവായ GS പ്രദീപിനെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നമ്മൾ മീഡിയ എന്ന നവമാധ്യമ ചാനലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായും അറിയിക്കട്ടെ. അസത്യങ്ങളുടെ ഘോഷയാത്ര നടത്തുന്ന മാധ്യമങ്ങൾ കൂടിയുള്ള കാലമാണിത്. അവിടെ സത്യത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാനും നമ്മൾ മീഡിയക്ക് കഴിയട്ടെ.
ജനങ്ങൾക്കിടയിൽ അതിന് വലിയ സ്വീകാര്യത ഉണ്ടാവട്ടെ. വസ്തുനിഷ്ഠമായി സംഭവങ്ങളെ സമീപിക്കാനും യാഥാർത്ഥ്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ജനങ്ങളെ അറിയിക്കാനും അതിന് കഴിയട്ടെ. ഈ രേത ജൂബിലി ആഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.